ഇപ്പച്ചങ്ങള് മൊബൈലൊന്നും തരും ഗെയിം കളിച്ചാന്. ഞാൻ ഒന്നാം തരേക്കാരം ഞാൻ എവിടക്കാ പോണെന്നുള്ളൊന്ന് പറയായി. നമ്മള് ഒന്നിക്ക് അതിന് അവർക്കൊക്കെ പോണം. ഇവിടെ അവിടെ ഇരുന്നാ പറയങ്ങക്ക് അതൊന്നും ആദ്യം ചിന്നു മിന്നു കിന്നു റെഡി അല്ലേ? 1 2 3 കുത്തി കുത്താന ഞാനാ പോണ്ടിയെ. പറ്റൂല. പിന്നെ എത്താണ് നിങ്ങൾ തരയണെന്ന് പറയിപ്പിച്ച കൊട്ടാ ഈ ചൂടത്ത് പാമ്പിട്ടാവുന്നേ നോക്കി നടന്നോ. എന്നാ ആ സാറ് കാലുമൊക്കെ മുള്ളത്തൂലേ എന്നിട്ട് വേണം പോണ്ടിയെ. കള്ള കളിക്കാൻ ഞാനില്ല എന്നെ ചവിട്ടി. നിങ്ങളൊക്കെ സ്കൂൾക്കുള്ള ബില്ല് എത്ര? നിങ്ങളെ ബില്ല് 68 രൂപ. 68 രൂപ ശരിയാൻ കൊടുത്തേക്ക്. ഞാൻ കൊടുക്കൂലേ? എപ്പോ ഞാൻ തന്നെയല്ലേ കൊടുക്കല്? നീ കൊടുക്ക്. ഈ ഓട്ടി കൂടി വന്നു എന്നെ പാമ്പ് എത്താം. അതിന് ഞാൻ പറയണേ കേക്കേ. സൂര്യൻ എത്ര ഉണ്ട്? 1. ആകാശം എത്ര ഉണ്ട്? ബാഗും ബുക്കും സാധനങ്ങളൊക്കെ വാങ്ങിയോ? കുഞ്ഞപ്പോ അല്ലാ ഇന്റെ പച്ച പടി വന്നല്ലോ. എല്ലാരും വാങ്ങിയോളെ. അല്ല നിങ്ങളെ ഏത് ഭാര്യ ഭർത്താവ് ബന്ധമാണെന്നുണ്ടെങ്കിലും ഈ പൈസന്റെ മുകളില് ആ ബന്ധം നമുക്ക് പിരിയിപ്പിക്കാൻ പറ്റും. കൊന്നു അതല്ല പറഞ്ഞത്. അതിലേറെ വലിയൊരു ഒന്നുണ്ട് നമ്മളെ മലപ്പുറത്ത് ഇറക്കണം. അവർക്കാണ് നമ്മൾ പോകേണ്ടത്. പാമ്പോ കഴിഞ്ഞ പക്ഷേ കളപ്പലം പോരോ 48 രൂപയിൽ ഞാനാ കൊടുത്തത്. അങ്ങനെ ഏതൊരു സ്ഥലത്ത് ഞാൻ കൊടുത്തിന് 150 200 ലൈറ്റ് ഞാൻ ഇതിനെ പോലെ കൊടുത്തതിന് കണക്ക് ഓർമ്മിച്ച് വെക്കൂല. ഞാൻ പല തവണ പല സ്ഥലത്തുനിന്ന് കൊടുക്കുന്നത്. ഞാനാ വേണ്ടേ അവന്റെ പുറന്ന് ഞാൻ പൊളിച്ചിട്ട ദിവസമാണ്. ആഹാ കുട്ടികളൊപ്പം കളിച്ച ഒരു ബൈക്ക് പോണെന്ന് പറഞ്ഞിട്ട് അവിടെ 2 കണ്ടില്ലേ? ഫുഡ് അങ്ങോട്ടും ഇങ്ങോട്ടും വാരി കൊടുത്ത് കൊഞ്ചിച്ച് സ്നേഹിക്കുന്ന ആ ബന്ധം ഞാൻ പിരിയിപ്പിച്ച് കാണിച്ചിട്ടെ. ഹലോ, ഇത് 1 ലക്ഷം രൂപയുണ്ട്. ഈ പൈസ എവിടെ കേട്ടോ? കേട്ടില്ലേ? കുമാരൻ വമ്പാല. കുമാരനോ? അല്ല കുമാരനല്ല. എന്താ പറയാ? ചന്ദ്രൻ. ചന്ദ്രനും അല്ല. അപ്പൊ ഞാൻ കൊടുക്കൂലേ? നീ കൊടുത്തേക്ക്. ഞാൻ കൊടുക്കുന്ന ഞാനും കൊടുക്കൂലേ? എന്റെ അടുത്തും ഇല്ല. ഞാൻ കൊടുക്കൂലേ? നീ കൊടുക്കറാ. കൊടുത്തില്ലേ? അങ്ങനെ അത്ര സ്ഥലത്ത് കൊടുത്തു. നിങ്ങൾ തുറക്കാൻ പറ്റിയിരുന്നു കണ്ടോ? കുറുക്കം വരെ ബുക്ക് വാങ്ങി പഠിച്ചോ. പഠിച്ച കുട്ടികളൊക്കെ ഉണ്ട് ഇവിടെ. ഞാൻ നിങ്ങൾക്ക് തരാൻ പോകും. പക്ഷെ ഒരു കണ്ടീഷൻ ഉണ്ട്. എന്താണെന്നറിയോ? നിങ്ങൾ നിങ്ങളെ ഭർത്താവിനെ ഉപ്പ് ഉപേക്ഷിക്കണം. അങ്ങനെയാണെങ്കിൽ ഞാൻ ക്യാഷ് തരും. ഓക്കെ ആണോ? ഇതിന്റെ പാമ്പിനെ പേടി ഞാൻ ഒന്ന് മാറ്റിത്തരാം. ഇപ്പൊ ഞാൻ ആ മലപ്പുറത്ത് ഒന്നിന്റെ അവിടെ ഉണ്ടോ? അതാട്ടിയാണ്. എനിക്ക് കൊടുത്തൂടെ? ഞാനും കൊടുക്കില്ലേ പല സ്ഥലത്തായിട്ട്? ഞാൻ കൊടുക്കൂല. അപ്പി നീ കൊടുത്തോ? ഞാനും കൊടുക്കൂല. ഇല്ല ഞാനും കൊടുക്കൂല. നിങ്ങൾ ആരെങ്കിലും ആള് പൈസ അല്ലെങ്കിൽ പോയിട്ട് വേറെയും പണിയുണ്ട്. അതുകൊണ്ട് കാര്യമില്ല. ഓലൊക്കെ സ്കൂൾക്കുള്ള ബുക്ക് വാങ്ങിയിട്ടാണ് പോണത്. തന്നെ ഞാനേ എന്തിനാ പിടിച്ചിട്ട് അടിച്ചല്ലിപ്പിച്ചിന്റെ ലൈനൊക്കെ നോക്കണ്ടേ? 1 ലക്ഷം രൂപയോ? ഞാൻ പൈസ കൊണ്ടാ നിങ്ങളുമായിട്ടുള്ള ബന്ധം ഇതോടെ അവസാനിപ്പിച്ചിരിക്കുന്നു. പോടാവൂലേ? അടച്ചോനെ ഈ പൂച്ച കുട്ടികളെ കൊടുത്താണ് കര നടത്തേണ്ടതാണ് ഈ മനുഷ്യന്മാര്. പച്ച പാവങ്ങള്. നിങ്ങളെ പൈസ ഇവനടുത്ത് വാങ്ങിക്കോ. ഞാൻ തരൂലേ? ഞാനും തരൂലേ? ഇവന്റെ അടുത്ത് തന്നെ പഠിച്ചോ. ഞാൻ കൊടുക്കേയില്ല, ഉറപ്പിച്ച കാര്യം. ഞാനും കൊടുക്കൂല. എല്ലാരും കാണട്ടെ. ഓലൊക്കെ സ്കൂൾക്ക് വാങ്ങിയതേ ഒരു പഠിച്ചാനാ പോണ്ട്. എനിക്ക് പിന്നെ അതിന്റെ ആവശ്യമൊന്നുമില്ലല്ലോ. അമ്മല്ല ഞാനും ചോദിച്ചോളൂ. ഇത്രേ ഉള്ളു ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ബന്ധം. പൈസ കണ്ടു കഴിഞ്ഞാൽ ഏത് ഭാര്യയാണെങ്കിലും ഭർത്താവിനെ ഇട്ടിട്ട് പോവും. ഹലോ, ഫയർ സ്റ്റേഷൻ അല്ലേ? അല്ല, കഞ്ഞിക്കടയാ. അല്ല, കുട്ടിയെ ഏത് നമ്പറിലോട്ടാ വിളിച്ചേ? ഞാൻ ഫയർ ഞങ്ങൾ അങ്ങനെ ആക്കിയിട്ടുണ്ടാവോ? എന്റെ പൊന്നു ചങ്ങാതി, അതെന്റെ ഭാര്യയൊന്നല്ല. ബസ് സ്റ്റാൻഡിൽ നിന്ന് എല്ലാവരും എന്റർടൈൻമെന്റിന് വേണ്ടിട്ട് കൂട്ടിക്കൊണ്ടുവന്ന സാധനം. സ്റ്റേഷനിലോട്ടാണല്ലോ വിളിച്ചേ. അപ്പൊ അവിടെ തന്നെയല്ലേ സംസാരിക്കുള്ളൂ. വേഗം കാര്യം പറയൂ. സാർ, എന്റെ ഭർത്താവിന് വേറൊരു സ്ത്രീയായിട്ട് ചുറ്റിക്കളിയുണ്ട്. അതിന് ഒറ്റ മിനിറ്റ്. നിങ്ങളൊക്കെ സ്കൂൾക്കുള്ള ബുക്കും ബാഗ് എവിടെ വാങ്ങിയേ? ഇപ്പൊ ഞാൻ തന്റെ ഒപ്പം ചുറ്റി കളിക്കണം. അതല്ല സാർ, എന്റെ ഭർത്താവ് എന്റെ വീട്ടിലെ വേലക്കാരോടെ പൊളിച്ചോടി. ഒന്ന് കണ്ടുപിടിച്ചേരണം സാർ. അതെന്താ വേലക്കാരി? ഒന്നാണെങ്കിലേ ഓലെ കൊണ്ട് നല്ലതാണെന്ന് പറഞ്ഞ കാര്യന്മാര് വെറുതെ അല്ല. അയ്യ, അവളത്ര സുന്ദരി ഒന്നല്ല. അവളെ കണ്ട ഒരു ഓന്ത് പാറപ്പുറത്തിരിക്കണ പോലെ ഉണ്ടാവും. പിന്നെന്താ, അവള് പണക്കാരിയായിരുന്നോ? സാർ, പണക്കാരി ഞാനാണ്. ചെങ്ങാമരത്തിന്റെ ഉള്ളിലുണ്ട് ഒരു ബാത്റൂം. എന്താ ബാത്റൂം അറിയാം? എന്താ വൃത്തി വിചാരിച്ചിട്ടാ ആര് ചെന്നാലും ഒന്ന് ഇരിക്കാന്ന് തോന്നുന്നു. നിങ്ങൾ പറഞ്ഞ വലിയ ഒന്നല്ല. ഇവിടെ ജാംജൂമിന്റെ 1ാമത്തെ നഴ്സറിയാണ്. നഴ്സറിയോ? ആനിവേഴ്സറി ആണ് പൊട്ടാ. പോലീസ് സ്റ്റേഷനിലോട്ട് വിളിച്ചു പറ. സാർ, പടക്കവും തീപ്പെട്ടി കൂടിയാണ് ഒളിച്ചോടിയിരിക്കുന്നത്. എപ്പോ വേണമെങ്കിലും ഒരു തീപിടുത്തം പ്രതീക്ഷിക്കാം. അത് മാത്രല്ല, പോലീസിലൊക്കെ അറിയിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് കേസാവും. ഞാൻ കക്കൂസിലെ പോയിട്ട് വരാം. അനക്ക് പോകേണ്ട ആവശ്യമുണ്ടോ? ഇല്ലേ, ചോന്റെ ഭർത്താനം കെട്ടൊരു പൂതി.
വേസിന്റെ ഭാഗമായിട്ടേ മെയ് 1, 2, 3 നല്ല ഓഫറിലാണ് സാധനങ്ങൾ കൊടുക്കുന്നത്. അപ്പൊ കൂടുതൽ ആൾക്കാർ അറിഞ്ഞിട്ടില്ല. അപ്പൊ പെട്ടെന്ന് എടുക്കണം. പിന്നെ ഗതി കയറാൻ നിക്ക അപ്പുറത്തുണ്ട് ഒരു അടിപൊളി ബാത്റൂം അയക്ക് കയറിക്കോ. ഇതിലേ രസമുണ്ട് കാര്യടാ. നാട്ടുകാര് മൊത്തം അറിയും. അതിന്റെ നാണക്കേട് എനിക്കല്ല. ഇവിടെ എപ്പോഴാ ഈ മഴയത്ത് റോട്ടിൽ മരം വീഴ, കിണറ്റിൽ ആനോ മാനോ ചാടാന്നറിയാതിരിക്കുക. അപ്പോഴാ നമ്മള് കാണാൻ പോണ ഗോസ്റ്റ് ആണ്. ഇതിനുള്ളിൽ നല്ല ബാത്റൂം ഉണ്ടാവോ? ആകെ തിരിച്ചു വരുമ്പോ പോയിക്കോളൂ. പോരെ ആയിക്കോട്ടെ. അതിന് വേണ്ടിട്ടാ പോട്ടെ. മതിയാ? ഞാൻ ഇപ്പൊ വരാം. 3000 രൂപക്ക് പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാല് 5 കിലോ പഞ്ചാര. ഈ പ്രേത പിശാചുകളെ മനുഷ്യന്മാരുടെ അന്വേഷിച്ചാണ് ഒരു പോരി. ആണോ കുട്ടിയുടെ ഭർത്താവ് ഒളിച്ചോടി കേസ്? സാർ എന്റെ അഭിമാനം. കുട്ടി ഒരു കാര്യം ചെയ്യും, ഒരു വേലക്കാരൻ പോരിട്ടോ. എന്റെ ഒളിച്ചോട്. അപ്പൊ സമാസമായില്ലേ? പോരുണ്ടോ?